പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അറിയാം. ഞാൻ അധികം വിവാദങ്ങൾ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പാലോടി രവിയെ പോലെ ഒരാൾ കുറച്ച് പക്വത പാലിക്കണമെന്നില്ല. അതിന് പാലോട് രവി പക്വത പാലിക്കുന്നതിനേക്കാൾ ഉപരിയാണ് പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം എവിടെയും ഉണ്ടാക്കുന്നത്. അവർക്കെതിരെയും കർശനമായ നടപടിയുണ്ടാകും. ഒരു പാർട്ടി നേതാവിന്റെ ഫോൺ ആരെങ്കിലും റെക്കോർഡ് ചെയ്താൽ ആ റെക്കോർഡ് ചെയ്തതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കർശനമായ നടപടിയുണ്ടാകും. അത് തെറ്റാണ്. ഞാൻ പാലോട് രവിയുടെ ഫുൾ ടെസ്റ്റ് കണ്ടു, സംഭാഷണം. ആ സംഭാഷണത്തിൽ സതുദ്ദേശപരമായിട്ടാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം കടന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു പാർട്ടി പ്രവർത്തനമുള്ള സംഭാഷണമായിരുന്നു, പാർട്ടി നന്നാവാൻ വേണ്ടിയിട്ടുള്ള സംഭാഷണമായിരുന്നു എന്നാണ് എനിക്കത് കൂടുതൽ കേട്ട മനസ്സിലായി. അന്വേഷണത്തിലൂടെ തെളിയുള്ളൂ. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യുന്നത്, ഒരു പാർട്ടി നേതാവിന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുക, ഇപ്പം ഞാൻ പ്രസംഗമല്ല, പാർട്ടി നേതാവ് സംസാരിക്കുന്നത്, ഇപ്പം ഞാനൊരാട് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അനുവദനീയമായ കാര്യമാണ്.